സേനാപതി മൂന്നാം സീറ്റ് ഇല്ല എന്ന് KPCC അധ്യക്ഷൻ ഏറെക്കുറെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് പോലും ഒരു പൊട്ടിത്തെറി ഉണ്ട് എന്ന നിലയിലേക്ക് പോകുന്നതല്ല PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അദ്ദേഹം അല്പം കൂടി കരുതലോടെ പ്രതികരിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിരുന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം. അങ്ങനെയാണ് കാര്യമെങ്കിൽ മുസ്ലിം ലീഗിനെ മെരുക്കാൻ കോൺഗ്രസിനായോ? ലീഗ് സൃഷ്ടിച്ച പത്മവ്യൂഹത്തിൽ നിന്നും കോൺഗ്രസ് പുറത്തു കടന്നു? അക്ഷിത, ഇവിടെ അങ്ങനെ പത്മവ്യൂഹത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധ രംഗത്തെ ചിത്രങ്ങളോ ഒന്നുമില്ല. ഇവിടെ UDF ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി, കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അത് ഞങ്ങളും അവരും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ ബന്ധമാണ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായും അവർക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കൂടുതൽ ചോദിക്കുന്നത് അത് സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു അവകാശത്തിന്റെ ഭാഗമാണ് എന്നതുകൊണ്ട് അവര് 3 സീറ്റ് അവർക്ക് വേണമല്ല എങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെ അത് മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയാണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഔപചാരികമായി മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കളോ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും ചർച്ച ഇപ്പോഴും തുടരുന്നേ ഉള്ളൂ. 27-ാം തീയതി മുസ്ലിം ലീഗിന്റെ നിലപാട് പറയും. കോൺഗ്രസ് അങ്ങനെ ആയിക്കോട്ടെ. നോക്കൂ, ഇപ്പോൾ താങ്കൾ പോലും ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളുടെ തലയിൽ പഴി ചാരാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ ഈ യോഗത്തിന് ശേഷം ആദ്യത്തെ പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെതാണ്, കോൺഗ്രസിൽ നിന്നും വരുന്നത്. അദ്ദേഹവും സമാനമായ രീതിയിൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യം അത് മുന്നിലേക്ക് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ വന്ന് പറയുകയാണ് രാജ്യസഭാ സീറ്റാണ് ഞങ്ങൾ ലീഗിന് മുന്നിൽ വെച്ച ഉപാധി എന്ന്. അതെങ്ങനെ ശരിയാകും? പിന്നെ 3ാം സീറ്റ് എന്ന ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുമ്പോൾ ഈ കാലങ്ങളായുള്ള ചരിത്രമൊക്കെ പരിഗണിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പരിഗണിക്കുമ്പോൾ 3ാമതൊരു സീറ്റ് കൊടുക്കാൻ പ്രാപ്തരല്ല ലീഗ് എന്നുള്ളതാണോ കോൺഗ്രസിന്റെ വിലയിരുത്തൽ? അല്ല, അങ്ങനെ ഒരിക്കലുമില്ല. അത് നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ച എപ്പോഴും ജനാധിപത്യത്തിൽ ചർച്ച നല്ലതാണ്. ആ കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അക്ഷിത തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. കേരള കോൺഗ്രസ് പാർട്ടി മാണി ഗ്രൂപ്പ്, ജോസ് കെ മാണി, അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 2 സീറ്റിന് അർഹതയുണ്ട് ഇടതുമുന്നണിയിൽ. ഞങ്ങൾക്ക് കോട്ടയം പോരാ, പത്തനംതിട്ടയോ ഇടുക്കിയോ കിട്ടണം എന്നുള്ളതാണ് അവരുടെ ഒരാവശ്യം. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ ചാനൽ ചർച്ചയിൽ ആ വിഷയം ചർച്ചയാക്കിയോ? ഇവിടെ സലിം മടവൂര് കഴിഞ്ഞ ദിവസം വേറൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം, ഞാൻ കൂടി ഇരുന്നൊരു വേദിയിൽ പറഞ്ഞ, ഞങ്ങൾ 45 വർഷമായി സോഷ്യലിസ്റ്റുകൾ കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 84-ലെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി രൂപം കൊണ്ടതിന് ശേഷം 84-ലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടായപ്പോഴും ഞങ്ങൾ മാവേലിക്കരയിൽ ഉപേന്ദ്രനാഥ കുറുപ്പിനെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് വിജയിച്ച ചരിത്രം മുതൽ അദ്ദേഹം പറഞ്ഞു വന്നത്, അരങ്ങിൽ ശ്രീധരൻ വിജയിച്ചത്, MP വീരേന്ദ്രകുമാർ MP വിജയിച്ചത്, ഈ കഥകളൊക്കെ അദ്ദേഹം പറയുന്നു. അവർ പറയുന്നത് 45 കൊല്ലമായി പാർലമെന്റിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ സീറ്റുള്ളവരാണ്, ഞങ്ങൾ ജനതാ പരിവാറിൽപ്പെട്ട ആളുകൾ. ഇപ്പൊ അവര് ലോക് താന്ത്രിക് ജനതാദൾ എന്ന പേരിൽ നിൽക്കുന്നു. അവരുടെ ഒരു ആവശ്യത്തെ പോലും ഇടതുമുന്നണി പരിഗണിച്ചില്ല. അവരെയൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ മുസ്ലിം ലീഗിനെ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. നോക്കൂ, വളരെ വേഗം ഈ മുസ്ലിം ലീഗിനെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അത് LDF-നോട് ചേർത്താണ് താരതമ്യം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം പറയുന്നു, ജോസ് കെ മാണി വിഭാഗത്തിന്റെ കാര്യം പറയുന്നു. അവർ എന്നാണ് ഇടതുമുന്നണിയിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. 1. 2, ലോക്സഭയിലും നിയമസഭയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും അടക്കം ആ കക്ഷിയുടെ സീറ്റ് നിലയും വോട്ട് നിലയും അനുസരിച്ച് ഏത് തരത്തിലുള്ള പ്രാതിനിധ്യമാണ് അവർക്ക് ഇടതുമുന്നണിയിൽ കിട്ടുന്നത് എന്നുള്ളത് പരിശോധിക്കണമല്ലോ. അങ്ങനെ തുലനം ചെയ്യാവുന്ന 2 പാർട്ടികളാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ മുൻപ് ജോസ് കെ മാണി വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പിളർപ്പിന് മുൻപ് നിങ്ങൾക്കൊപ്പമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണോ നിങ്ങൾ അതിനെ താരതമ്യം ചെയ്യുന്നത്? ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ 10 സീറ്റിൽ 6 മുസ്ലിം ലീഗാണ്. അവരെയാണോ നിങ്ങൾ ജോസ് കെ മാണിക്ക് നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞ് തുലനപ്പെടുത്തുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷി ജോസ് കെ മാണിയോ അവകാശവാദം ഉന്നയിച്ചു. ശ്രേയാംസ് കുമാറും അദ്ദേഹത്തിന്റെ പിതാവ് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്നതിൽ അദ്ദേഹവും അവകാശവാദം ഉന്നയിച്ചു. ആ അവകാശവാദങ്ങളിലെല്ലാം അവർ പറയുന്നത് എന്താ, ഞങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള അവകാശം ഞങ്ങൾ മുന്നണിയിൽ ഉന്നയിക്കുന്നു. മുന്നണി അത് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് ഈ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള ഈ അമിതമായ ഉത്കണ്ഠ എന്ത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അവര് മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് വളരെ
വളരെ സൗഹാർദ്ദപരമായിട്ട് അവർ ഞങ്ങളോട് ഇല്ലെങ്കിൽ കോൺഗ്രസുമായി സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് സാഹചര്യങ്ങൾ ഒക്കുകയാണ് എങ്കിൽ, ഇല്ലെങ്കിൽ അനുകൂലമായ ഘടകങ്ങൾ ഉണ്ട് എങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച വരുമ്പോൾ ഇനിയിപ്പോൾ ഇതല്ല അവർക്ക് രാജ്യസഭാ സീറ്റാണ് അഭികാമ്യം എങ്കിൽ ആ വിഷയങ്ങളെല്ലാം ദേശീയ നേതൃത്വം ചർച്ച ചെയ്യുമെന്ന ഒരു കാര്യമാണ് കെ സുധാകരൻ പറഞ്ഞത്. അതല്ല മുസ്ലിം ലീഗ് ഇന്ന് 27-ാം തീയതി അവർ തീരുമാനമെടുക്കും, അവർ ഒറ്റയ്ക്ക് മത്സരിക്കും, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഇപ്പോഴത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളുടെ പരിണാമം അത് 27-ാം തീയതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അങ്ങ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ വടക്കൻ കേരളത്തിലടക്കം കോൺഗ്രസിനേക്കാൾ സീറ്റ് നില ഉള്ളത്, വോട്ട് നിലയുള്ളത്, ഗ്രൗണ്ട് ഉള്ളത് കോൺഗ്രസ് മുസ്ലിം ലീഗിനാണ്. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്താൽ കോൺഗ്രസിനത് താങ്ങാനാകില്ല എന്ന് പറയുന്നതായിരിക്കും അല്പം കൂടി ശരി.